പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിലെ തിരുവിതാംകൂറിന്റെ ആദ്യ ഭാഗമായ വേണാടിനെ കുറിച്ച് നമ്മൾ പഠിച്ചുറപ്പിച്ചു. ഇന്നേ ദിവസം വേണാടിന്റെ അവസാന ഭരണാധികാരിയും തിരുവിതാംകൂറിന്റെ സ്ഥാപകനുമായ മാർത്താണ്ഡവർമ്മയെ കുറിച്ച്. മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നായിരുന്നു. നമുക്കറിയാം, തിരുവിതാംകൂറില് മരുമക്കത്തായത്തിന് തുടക്കം കുറിച്ചത് വേണാടിന്റെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായ രവിവർമ്മ കുലശേഖരനായിരുന്നു അല്ലെ. അങ്ങനെ വേണാടിന്റെ ഭരണം മുന്നോട്ട് പോകുന്നു. 1684 വേണാടിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരിയായ ഉമയമ്മ റാണി അധികാരം ഏറ്റെടുക്കുന്നു. പക്ഷേ ഉമയമ്മ റാണിയാണ് യഥാർത്ഥത്തിൽ വേണാടിന്റെ ഭരണാധികാരി എങ്കിലും അവിടെ അധികാരം കൈയാളിയിരുന്നത് ഉമയമ്മ റാണിയുടെ സഹോദരന്മാരായ എട്ടുവിട്ടിൽ പിള്ളമാരായിരുന്നു. 8 പേരുണ്ടാവുമെന്നാണ് കണക്കാക്കപ്പെടുക. ഈ 8 വീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിലായിരുന്നു ഭരണം നടന്നിരുന്നത്. ഒടുവില് 1721 നിങ്ങൾക്കറിയാം, ഏപ്രിൽ മാസം 15-ാം തീയതി അല്ലെങ്കിൽ വിഷുവിന് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന അഞ്ചുതെങ്ങ് കോട്ടയിലെ ബ്രിട്ടീഷ് സൈനികർ 140 പേരും അവരുടെ മേധാവിയായ ഗൈഫോർഡും ജനങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായിട്ട് സാധാരണക്കാരായ ജനങ്ങള് ആയുധധാരികളായ 141 ആയുധാഭ്യാസം നേടിയ സൈനികരെ കൊല ചെയ്തു എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന കാര്യമല്ല. അത് നമുക്ക് തോന്നിയതുപോലെ ബ്രിട്ടീഷുകാർക്കും തോന്നി. അവര് ആറ്റിങ്ങൽ ഭരണാധികാരിയായ ആറ്റിങ്ങൽ റാണിയോട് ആവശ്യപ്പെട്ടു, ഇതിന് പിന്നിൽ ജനങ്ങളല്ല, വേറെ ആരെങ്കിലും ഉണ്ടാകും, കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. അങ്ങനെ കർശനമായ നിലപാട് ബ്രിട്ടീഷുകാർ കൈക്കൊള്ളാൻ കാരണം എന്താ? 1721 ഏപ്രിൽ മാസം 14-ാം തീയതി സമാനമായി പോകുകയായിരുന്ന അഞ്ചുതെങ്ങ് കോട്ടയിലെ സൈനികരെ ഏപ്രിൽ 15-ാം തീയതി എന്ത് ചെയ്യാണ്? കൊലപ്പെടുത്തുകയാണ്. ഏപ്രിൽ 15-ാം തീയതി ആറ്റിങ്ങൽ കലാപം നടക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 1721 ഏപ്രിൽ മാസം 15-ാം തീയതി 141 സൈനികർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടപ്പോ ഈ ജനങ്ങൾ ഇതിനുശേഷം എന്ത് ചെയ്തു? അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിക്കുകയാണ്. ഏകദേശം 6 മാസക്കാലം. അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ആറ്റിങ്ങൽ ഭൂപ്രദേശത്ത് കുരുമുളകിന്റെ കുത്തക വ്യാപാരം സ്വന്തമാക്കിയ ബ്രിട്ടീഷുകാർക്ക് അവരുടെ കച്ചവടം നടത്താൻ പറ്റിയില്ല 6 മാസക്കാലം. ഒടുവില് നമ്മുടെ തലശ്ശേരി കോട്ടയിൽ നിന്ന് അധിക സൈന്യം എത്തിച്ചേർന്നാണ് ആറ്റിങ്ങലിലെ കലാപകാരികളെ അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന്, അല്ലെങ്കിൽ അഞ്ചുതെങ്ങ് കോട്ടയിലെ ഉപരോധത്തിൽ നിന്ന് പിൻവലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അഞ്ചുതെങ്ങ് കോട്ട മോചിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു 6 മാസക്കാലം ഒത്തിരി നഷ്ടം വന്നു ബ്രിട്ടീഷുകാർക്ക്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ കർശനമായ നിലപാടെടുത്തു. ഈ ആറ്റിങ്ങൽ കലാപത്തിന് പിന്നിൽ സാധാരണക്കാര ജനങ്ങൾ മാത്രമല്ല, ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകാം, അന്വേഷിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കണം. പക്ഷെ ബ്രിട്ടീഷുകാരുടെ ആവശ്യം ആറ്റിങ്ങൽ റാണി സമ്മതിച്ചുവെങ്കിലും അധികാരം കൈയാളിയിരുന്ന എട്ടുവിട്ടിൽ പിള്ളമാര് ഗൗനിച്ചില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാര് കർശനമായി ആവശ്യപ്പെട്ടു, ആറ്റിങ്ങൽ കലാപത്തിന്റെ നഷ്ടപരിഹാരം നൽകണം. വേണാട് സ്വരൂപത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക്, അതായത് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യണം? വ്യാപാര സ്ഥാപനങ്ങൾ അഥവാ പണ്ടകശാലകൾ അഥവാ കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ അനുമതി നൽകണം. കൂടാതെ കലാപത്തിന് കാരണമായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ ബ്രിട്ടീഷുകാർ ഒരു കാര്യം കൂടെ പറഞ്ഞു, കലാപത്തിൽ പ്രവർത്തിച്ചത് എട്ടുവിട്ടിൽ പിള്ളമാരാണ്, അതുകൊണ്ട് അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി അധികാരം വിട്ടൊഴിയണം. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആവശ്യം നിരാകരിക്കാൻ ആറ്റിങ്ങൽ റാണിക്ക് കഴിഞ്ഞില്ല. കാരണം ബ്രിട്ടീഷുകാരുള്ള കച്ചവട ബന്ധം കാരണമാണ് വേണാടിന്റെ സാമ്പത്തിക സ്ഥിതി ആ കാലഘട്ടത്ത് നിലനിന്നു പോയത്. ഒരു ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം 1723 ആറ്റിങ്ങൽ റാണി സമ്മതിച്ചു. തിരുവിതാംകൂറിന്റെ ഭരണം ആർക്ക് വിട്ടുകൊടുക്കാം? അനന്തരാവകാശി മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് മാർത്താണ്ഡവർമ്മയ്ക്ക് വിട്ടുകൊടുക്കാം. അങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് വേണ്ടി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആദിത്യവർമ്മയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമുമായിരുന്നു. തുടർന്ന് ഭരണാധികാരത്വം അല്ലെങ്കിൽ ഭരണാധികാരി സ്ഥാനം ഏറ്റെടുക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ മാർത്താണ്ഡവർമ്മയും വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. അപ്പോ മാർത്താണ്ഡവർമ്മയെ വേണാടിന്റെ ഭരണാധികാരിയെ നിയോഗിക്കുന്നത് 1723 വേണാട് ഉടമ്പടി പ്രകാരം. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആറ്റിങ്ങൽ റാണിക്ക് വേണ്ടി ആദിത്യവർമ്മയെ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് അലക്സാണ്ടർ ഓമുമായിരുന്നു. ഓക്കെ, അങ്ങനെ അധികാരം മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടിയെങ്കിലും ഈ അധികാരം വിട്ടുകൊടുക്കാൻ ആര് തയ്യാറായില്ല? എട്ടുവിട്ടിൽ പിള്ളമാര്.
എട്ടുവിട്ടൽ പിള്ളമാർക്ക് സ്വാഭാവികമായിട്ട് ആരോട് ദേഷ്യമുണ്ടായി? അനന്തരവനായ മാർത്താണ്ഡവർമ്മയോട്. അങ്ങനെ മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. കാരണം എട്ടുവിട്ടൽ പിള്ളമാരാണ് മൊത്തം അധികാരം കൈയാളിയിരുന്നത്. അതുകൊണ്ട് സൈനിക ശക്തി മൊത്തം ആരുടെ കയ്യിൽ തന്നെ? എട്ടുവിട്ടൽ പിള്ളമാരുടെ കയ്യിൽ തന്നെ. അങ്ങനെ എട്ടുവിട്ടൽ പിള്ളമാര് മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ മാർത്താണ്ഡവർമ്മയ്ക്ക് സ്വന്തമായി സൈന്യശക്തിയൊന്നുമില്ല. പുതിയ ഭരണാധികാരിയാണ്. ആരെയും പരിചയമില്ല. അങ്ങനെ അദ്ദേഹം പലായനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ നമ്മുടെ തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗമുണ്ട്. തായ് വഴിയും പിതൃവഴിയും. തായ് വഴിയുടെ ആസ്ഥാനം പത്മനാഭപുരവും പിതൃവഴിയുടെ ആസ്ഥാനം നമ്മുടെ കിളിമാനൂരുമാണ്. ഓക്കെ. അപ്പൊ കിളിമാനൂരിലും തിരുവനന്തപുരവും പറയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം തായ് വഴിയിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തായ് വഴി പത്മനാഭപുരമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഒടുവിൽ നെയ്യാറ്റിൻകര എത്തിയപ്പോ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമെന്നായപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. ഭ്രാന്തൻ സാന്താന്റെ നിർദ്ദേശപ്രകാരം അമ്മച്ചപ്പിലാവിലെ പൊത്തിൽ കയറിയിരിക്കുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തനിക്ക് പുതിയൊരു ജന്മം നൽകിയത് നെയ്യാറ്റിൻകരയാണെന്ന അർത്ഥത്തിൽ ഇദ്ദേഹം പിൽക്കാലത്ത് താൻ നെയ്യാറ്റിൻകരയുടെ പുത്രനാണ്, അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പത്മനാഭപുരത്തേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അമ്മാവന്മാരായ എട്ടുവിട്ടൽ പിള്ളമാരെ എങ്ങനെയും പരാജയപ്പെടുത്തണം. ഇതിനു വേണ്ടി സൈനികരെ ഒരുമിച്ച് കൂട്ടണം. സൈനികരെ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ആയുധ സഹായം ലഭിച്ചേക്കും. അപ്പൊ സൈനികരെ ഒരുമിച്ച് കൂട്ടുകയാണ് പ്രധാന ലക്ഷ്യം. പക്ഷേ സൈനികർ മൊത്തം ആരുടെ കീഴിലാണ്? എട്ടുവിട്ടൽ പിള്ളമാരുടെ കീഴിലാണ്. എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ആലോചിച്ച് പോകുന്ന സമയത്താണ് നിങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പോകുന്ന ആൾക്കാരായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ഇരുവശങ്ങളിലും കൃഷിസ്ഥലങ്ങളാണ്, പ്രത്യേകിച്ച് നെൽവയലുകളാണ്. അവിടെ കൃഷി ചെയ്യുന്ന കർഷകർ ഇദ്ദേഹം ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് ആയുധ പരിശീലനമൊന്നും ലഭിച്ചില്ലെങ്കിലും നല്ല കായിക ബലമുള്ളവരാണ് കർഷകർ എന്ന യാഥാർത്ഥ്യം മാർത്താണ്ഡവർമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ മാർത്താണ്ഡവർമ്മ കർഷകരോട് സഹായം അഭ്യർത്ഥിച്ചു. തന്നെ അധികാരം വീണ്ടെടുക്കുവാൻ സഹായിക്കണം. അഥവാ കർഷകർ എന്ത് ചെയ്യണം? സൈനിക സേവനം ചെയ്യണം. കർഷകരായ സൈനികർക്ക് നൽകിയിരുന്ന ശമ്പളമാണ് ഇരയിളി എന്നറിയപ്പെടുക. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇരയിളി എന്നറിയപ്പെടുന്നു. ഓക്കെ. ഇനി ഈ സൈനിക സേവനം ചെയ്യുന്ന കർഷകര് സൈനിക സേവനം ആവശ്യമായ സമയത്ത് മാത്രം സൈനിക സേവനം ചെയ്താൽ മതി. മറ്റു സമയത്ത് കൃഷി ചെയ്തോളൂ. ഇനി സൈനിക സേവനം ചെയ്തിട്ടുള്ള കർഷകരാണെങ്കിൽ അവർക്ക് പെൻഷൻ അനുവദിക്കും. അവർക്ക് നൽകുന്ന പെൻഷൻ എന്ത് പേരിൽ അറിയപ്പെടും? ഇരയിളി അടുത്തൂൺ എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ മറക്കരുത്, മാർത്താണ്ഡവർമ്മ രൂപീകരിച്ച കർഷകരായ സൈന്യത്തിന് നൽകിയിരുന്ന ശമ്പളം ഇരയിളിയെന്നും കർഷകരായ സൈന്യത്തിന് നൽകിയ പെൻഷൻ എന്ത് പേരിൽ അറിയപ്പെട്ടു? ഇരയിളി അടുത്തൂണെന്നും അറിയപ്പെട്ടു. പക്ഷേ കർഷകർക്ക് കായികബലമുണ്ടലും ആയുധബലം കുറവാണ്, അല്ലെ? ആയുധം ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടും, പക്ഷെ ആയുധം പ്രയോഗിക്കണ്ടേ? അപ്പൊ കർഷകരെ മാത്രം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ എട്ടുവിട്ടൽ പിള്ളമാരെ പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തുക എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ അദ്ദേഹം പ്രാദേശികമായ കളരി ഗുരുക്കന്മാർ ഒരുപാടുണ്ടായിരുന്നു. ആയോധന കലയായ കളരി ഗുരുക്കന്മാരുടെ സഹായം തേടി. കളരി ഗുരുക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ സൈന്യമായിട്ടല്ല, പുറത്തു നിന്നുകൊണ്ട് താങ്കളെ സഹായിക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി സഹായിക്കാം. അങ്ങനെ മാർത്താണ്ഡവർമ്മയെ കളരി ഗുരുക്കന്മാരും കളരി പരമ്പരയിൽപ്പെട്ട കളരി ആയോധന മുറ അഭ്യസിച്ചവരും മാർത്താണ്ഡവർമ്മയെ സ്വതന്ത്രമായി പിന്തുണച്ചു. അങ്ങനെ മാർത്താണ്ഡവർമ്മ ഈ കളരി ഗുരുക്കന്മാരുടെയും സ്വന്തം കർഷകരായ സൈന്യത്തിന്റെയും സഹായത്താല് എട്ടുവിട്ടൽ പിള്ളമാരെ പരാജയപ്പെടുത്തി 1729 തിരുവിതാംകൂറിന്റെ അല്ലെങ്കിൽ വേണാടിന്റെ അധികാരം പിടിച്ചെടുത്തു. യഥാർത്ഥത്തിൽ മാർത്താണ്ഡവർമ്മയെ വേണാടിന്റെ ഭരണാധികാരിയെ നിയോഗിക്കുന്നത് എപ്പോഴാ? 1723 വേണാട് ഉടമ്പടി പ്രകാരം. പക്ഷെ എട്ടുവിട്ടൽ പിള്ളമാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേണാടിന്റെ ഭരണാധികാരിയായി സ്ഥാനമേറ്റെടുത്തത് എപ്പോഴാണ്? 1729 ഓക്കെ. തുടർന്ന് അദ്ദേഹം സ്വന്തം ബന്ധുക്കളായിട്ട് കൂടി ശത്രുക്കളെ നിഷ്കരണം വേട്ടയാടി. അതുകൊണ്ട് മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച നയം നിണവും ഇരുമ്പും, ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പൊ മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച നയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്? ബ്ലഡ് ആൻഡ് അയൺ പോളിസി. അതായത് ദയദാക്ഷിണ്യമില്ലാതെ ശത്രുക്കളെ നിഗ്രഹിക്കുക, അല്ലെങ്കിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തുക. അതുകൊണ്ട് തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആര് തന്നെ? മാർത്താണ്ഡവർമ്മ തന്നെ. ഓക്കെ അല്ലേ? അപ്പോ ഇതുകൂടാതെ മറ്റൊരു വിശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ?
നെയ്യാറ്റിൻകരയുടെ പുത്രൻ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ തന്നെ. അപ്പൊ വേണാടിന്റെ അധികാരം ഏറ്റെടുക്കുന്നത് 1729 ഇദ്ദേഹത്തെ സഹായിക്കാൻ അതായത് മാർത്താണ്ഡവർമ്മ നിയമിച്ച മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അഥവാ ദളവ ആരായിരുന്നു? അറുമുഖം പിള്ളയായിരുന്നു. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ആദ്യ ദളവ എന്ന് പറയുന്നത് ആരാണ്? അറുമുഖം പിള്ള. മറക്കില്ലല്ലോ. അറുമുഖം പിള്ള 1729 തൊട്ട് 36 വരെ ഇദ്ദേഹത്തോട് സേവനം ചെയ്തു. അതേ തുടർന്ന് ഇദ്ദേഹത്തിന് സേവനം ചെയ്ത മറ്റൊരു ദളവയാണ്, കൃത്യമായി പറഞ്ഞാൽ ആരെന്ന് നമുക്ക് പറയാം, മാർത്താണ്ഡവർമ്മയുടെ ആദ്യ ദളവ എന്നറിയപ്പെടുന്നത് അറുമുഖം പിള്ളയാണ്. എന്നാൽ വേണാടിന്റെ അവസാന ദളവയെന്നും 1750 മാർത്താണ്ഡവർമ്മ എന്ത് രൂപീകരിച്ചിരുന്നു? തിരുവിതാംകൂർ രൂപീകരിച്ചു. അപ്പൊ വേണാടിന്റെ അവസാന ദളവയെന്നും തിരുവിതാംകൂറിന്റെ ആദ്യ ദളവയെന്നും അറിയപ്പെടുന്നത് രാമയ്യൻ ദളവയുമാണ്. അപ്പൊ മറന്നു പോകരുത്, മാർത്താണ്ഡവർമ്മയുടെ ആദ്യ ദളവ ആരാണ്? അറുമുഖം പിള്ള. വേണാടിന്റെ അവസാന ദളവയും തിരുവിതാംകൂറിന്റെ ആദ്യ ദളവയും ആരാണ്? രാമയ്യൻ ദളവ. ദളവ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഇനി തലസ്ഥാനം മാർത്താണ്ഡവർമ്മ 1729 അധികാരം ഏറ്റെടുത്തല്ലോ. എന്നിട്ട് തലസ്ഥാനം എവിടെ സ്വീകരിച്ചു? വേണാട് സ്വരൂപത്തിന്റെ ആസ്ഥാനം എവിടെ തന്നെ? പത്മനാഭപുരം തന്നെ. പത്മനാഭപുരം ആസ്ഥാനം സ്വീകരിച്ചു. നമ്മൾ പറഞ്ഞു വേണാടുമായിട്ട് പ്രധാനമായും കച്ചവട ബന്ധം ഉണ്ടായിരുന്ന ആരുമായിട്ടാ? ചൈനക്കാരുമായിട്ട്, അറബികളുമായിട്ടാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വേണാടിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ സാധാരണത്തിൽ ചരക്ക് നീക്കം നടത്താൻ ഏറ്റവും എളുപ്പം എന്താ? ജലഗതാഗത മാർഗമാണ് അല്ലെ. അതുകൊണ്ട് ജലഗതാഗതത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയെ എന്തായിട്ട് തീരുമാനിച്ചു? വ്യാപാര തലസ്ഥാനമായി സ്വീകരിച്ചു. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം പത്മനാഭപുരമാണ്. എന്നാൽ വാണിജ്യ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാവേലിക്കരയാണ്. മാവേലിക്കര, ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര. ഓക്കെ. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ പറയുന്നു ഇദ്ദേഹം ഒരു ആശയം ഉണ്ടായി. വേണാട് ചെറിയൊരു രാജ്യമാണല്ലോ, അതിനെ വിസ്തൃതമാക്കണം. പത്മനാഭപുരത്തേക്ക് പോയി ആണ് ഇദ്ദേഹം എന്ത് ചെയ്യുക? 1729 കർഷകരെ സൈന്യത്തെ കുട്ടിയോജിപ്പിച്ചുകൊണ്ട് എട്ടുവിട്ടൽ പിള്ളമാരെ പരാജയപ്പെടുത്തുക അല്ലെ. തുടർന്ന് എട്ടുവിട്ടൽ പിള്ളമാരുടെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന ആറ്റിങ്ങൽ ഭൂപ്രദേശം 1730 എന്തിനോട് കൂട്ടിച്ചേർത്തു? വേണാടിനോട് കൂട്ടിച്ചേർത്തു. 1730 ആറ്റിങ്ങലിനെ വേണാട്, അതായത് പത്മനാഭപുരം ആസ്ഥാനമായ വേണാട് സ്വരൂപത്തോട് കൂട്ടിച്ചേർത്തു. തുടർന്ന് തിരുവിതാംകൂറില് ആരുടെ കയ്യിലൊക്കെയാണ് സമ്പത്ത്, ഭൂമിയുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 1739 അദ്ദേഹം ഒരു ഭൂ സർവേ ആരംഭിച്ചു. ലാൻഡ് സർവേ. ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയിൽ പ്രാദേശികമായി കണ്ടം എന്നൊക്കെയാണ് തിരുവിതാംകൂറിൽ പറയുക. കണ്ടം, തറ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുകൊണ്ട് ഈ ഭൂ സർവേ അറിയപ്പെട്ടത് കണ്ടെഴുത്ത് എന്നായിരുന്നു. PSC ചോദിക്കാറുള്ള ചോദ്യം ഇതാണ്, തിരുവിതാംകൂറില് അല്ലെങ്കിൽ വേണാടില് ആദ്യമായി ഭൂ സർവേ ആരംഭിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ ഭൂ സർവേ അറിയപ്പെട്ടത് എന്ത്? കണ്ടെഴുത്ത്. കണ്ടെഴുത്ത് എന്ന് ആരംഭിക്കുക? 1739. ഈ ഭൂ സർവേയിലൂടെ വേണാട് സ്വരൂപത്തിലെ സമ്പത്ത് അല്ലെങ്കിൽ ഭൂമിയെ പ്രധാനമായും 4 വേർതിരിച്ചു. ഒന്ന്, ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ കീഴിലുള്ള ഭൂമി ദേവസ്വം എന്നറിയപ്പെട്ടു. ദേവസ്വം, ആരാധനാലയങ്ങളുടെ, ക്ഷേത്രങ്ങളുടെ കീഴിലുള്ള ഭൂമി എന്താണ്? ദേവസ്വം. ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണ സമുദായ അംഗങ്ങൾക്ക് ദാനമായി കിട്ടിയ ഭൂമി എന്ത് പേരിൽ അറിയപ്പെട്ടു? ബ്രഹ്മസ്വം എന്നറിയപ്പെട്ടു. ഇനി ദാനം, അതായത് വേണാട് സ്വരൂപത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഭൂപ്രദേശങ്ങൾ, അത് യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ കരാറുകളിലൂടെയോ കൂട്ടിച്ചേർക്കപ്പെട്ട ഭൂമി എന്ത് പേരിൽ അറിയപ്പെട്ടു? ദാനം എന്നറിയപ്പെട്ടു. നാലാമതായി കൃഷിഭൂമി. കൃഷിഭൂമി എന്ത് പേരിൽ അറിയപ്പെട്ടു? പണ്ടാരവക. ഈ കൃഷിഭൂമി ആരുടെ കീഴിലായിരുന്നു? പ്രാദേശിക ജന്മിമാര് അല്ലെങ്കിൽ നായർ ജന്മിമാരുടെ കീഴിലായിരുന്നു പണ്ടാരവക ഭൂമി എന്ന് പറയുക. അപ്പൊ 1739 തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂ സർവേ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. ഈ ഭൂ സർവേ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കണ്ടെഴുത്ത്. ഈ കണ്ടെഴുത്ത് എന്ന ഭൂ സർവേ പ്രകാരം രാജ്യത്തെ 4 വേർതിരിച്ചു. 1 ദേവസ്വം, 2 ബ്രഹ്മസ്വം, 3 ദാനം, 4 പണ്ടാരവക. ദേവസ്വം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് അധീനതയുള്ള ഭൂമി. 2 ബ്രഹ്മസ്വം എന്ന് പറയുമ്പോൾ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്ന ബ്രാഹ്മണ സമുദായത്തിന് പ്രതിഫലമായി കിട്ടിയ ഭൂമി. ദാനം എന്ന് പറയുമ്പോൾ വേണാട് സ്വരൂപത്തോട് കൂട്ടിച്ചേർപ്പെട്ട മറ്റു ഭൂപ്രദേശങ്ങൾ. നാലാമതായി പണ്ടാരവക കൃഷിഭൂമിയായിരുന്നു. അതിന്റെ ഉടമസ്ഥാവകാശം നായർ ജന്മിമാർക്കുമായിരുന്നു. ഓക്കെ. പിന്നീട് പണ്ടാരപ്പാട്ട വിളംബരമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് അവിടെ വീണ്ടും സൂചിപ്പിക്കേണ്ടതാണ് കേട്ടോ. പണ്ടാരവക ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് പൂർണ്ണമായി ലഭിച്ചു?
നായർ ജന്മം അർപ്പിച്ചു എന്നാണ് നമ്മൾ പറയുക. ഓക്കെ. തുടർന്ന് 1742 ഇളയെടത്തു സ്വരൂപം ഇന്നത്തെ കൊട്ടാരക്കര, കിളിമാനൂർ തുടങ്ങിയ ഭൂപ്രദേശങ്ങൾ അടങ്ങിയതാണ് ഇളയെടത്തു സ്വരൂപം. 1742 ഇളയെടത്തു സ്വരൂപത്തെ വേണാടിനോട് കൂട്ടിച്ചേർത്തു. രണ്ട് 1742 തന്നെ കൊല്ലം ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന ദേശിങ്ങനാട് അഥവാ ജയസിംഹനാട് അഥവാ തിരുവിതാംകൂർ, നമ്മൾ പറഞ്ഞില്ലേ 15-ാം നൂറ്റാണ്ടില് വേർതിരിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ആ ദേശിങ്ങനാട് അല്ലെങ്കിൽ ജയസിംഹനാട് അല്ലെങ്കിൽ തിരുവിതാംകൂർ സ്വരൂപം എന്തിനോട് കൂട്ടിച്ചേർത്തു? വേണാട് സ്വരൂപത്തോട് കൂട്ടിച്ചേർത്തു. 1742 ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഭരിച്ചിരുന്ന കായംകുളം രാജാവുമായി ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ആ സമാധാന ഉടമ്പടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? മാന്നാർ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തിനാ സമാധാന ഉടമ്പടി വെച്ച്? ഈ കായംകുളം എന്ന രാജ്യത്താണ് മാവേലിക്കരയുള്ളത്. എന്തിനു വേണ്ടി? കച്ചവടത്തിന് വേണ്ടിയിട്ട്. കുറച്ചുകൂടെ കച്ചവടത്തിന് സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് ഒപ്പുവെക്കുക? കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുക. എന്നാൽ 1746 ആയപ്പോ കായംകുളം രാജാവ് പറഞ്ഞു, മാവേലിക്കര വഴി ഇനി വാണിജ്യ വ്യാപാരം നടത്താൻ ആരെ അനുവദിക്കില്ല? മാർത്താണ്ഡവർമ്മയെ. അതേ തുടർന്ന് 1746 പുറക്കാട് വെച്ച് നടന്ന യുദ്ധത്തിൽ അഥവാ പുറക്കാട് യുദ്ധത്തിലൂടെ കായംകുളത്തെ എന്തിനോട് കൂട്ടിച്ചേർത്തു? വേണാടിനോട് കൂട്ടിച്ചേർക്കുകയും മാവേലിക്കര വ്യാപാര തലസ്ഥാനമാക്കി നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ മൂന്ന് നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത കഥയാണ് നമ്മൾ പറയുക. 1742 രണ്ടെണ്ണം ഇതൊക്കെ. ഒന്ന്, ഇളയെടത്ത് സ്വരൂപം അഥവാ കൊട്ടാരക്കരയെ വേണാടിനോട് കൂട്ടിച്ചേർത്തു. അതേ വർഷം തന്നെ 1742 കൊല്ലം ആസ്ഥാനമായിട്ടുള്ള ദേശിങ്ങനാട് അല്ലെങ്കിൽ ജയസിംഹനാട് അല്ലെങ്കിൽ തിരുവിതാംകൂർ സ്വരൂപത്തെ വേണാടിനോട് കൂട്ടിച്ചേർത്തു. ശരിയല്ലേ? ഇനി 1742 കായംകുളം രാജാവുമായി എന്ത് ഒപ്പുവെച്ചു? മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു വ്യാപാരത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ഉടമ്പടി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കായംകുളം രാജാവ് പറഞ്ഞപ്പോൾ 1746 എന്ത് ചെയ്തു? കായംകുളം രാജ്യത്തെ എന്ത് ചെയ്തു? പുറക്കാട് യുദ്ധത്തിലൂടെ വേണാടിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ മാവേലിക്കരെ വീണ്ടും വാണിജ്യ തലസ്ഥാനം എന്ന രീതിയിൽ മാർത്താണ്ഡവർമ്മ സംരക്ഷിക്കുകയാണ്. ഇത് പ്രാദേശികമായുള്ള നാട്ടുരാജ്യങ്ങളുടെ ഏറ്റെടുപ്പാണ്. അങ്ങനെ വേണാടിന്റെ വിസ്തൃതി ഏതുതൊട്ട് ഏതുവരെയായി? തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് വരെ ആയിട്ട് മാറി. അപ്പൊ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപ് വരെ വേണാടിന്റെ വിസ്തൃതി ആര് വർദ്ധിപ്പിച്ചു? മാർത്താണ്ഡവർമ്മ. ഈ ഇടയില് പത്മനാഭപുരം കൊട്ടാരം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ആര് ശ്രമിച്ചു? യൂറോപ്യൻ ശക്തിയായ ഡച്ചുകാരെ ശ്രമിച്ചു. അതാണ് എന്തിലേക്ക് വഴിവെച്ചത്? കുളച്ചൽ യുദ്ധത്തിലേക്ക് വഴിവെച്ചത്. പത്മനാഭപുരം കൊട്ടാരം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ആര് ശ്രമിച്ചു? ഡച്ചുകാരെ ശ്രമിച്ചു. അപ്പൊ മാർത്താണ്ഡവർമ്മ സ്വന്തം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന കർഷകരായ സൈന്യത്തെയും തന്നെ സഹായിച്ച കളരി ഗുരുക്കന്മാരുടെയും വീണ്ടും സഹായത്താല് 1741 കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 10-ാം തീയതി ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ഭരണാധികാരി അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തിയെ ഒരു പ്രാദേശിക ഭരണാധികാരി പരാജയപ്പെടുത്തുക. അങ്ങനെ 1741 ഓഗസ്റ്റ് 10-ന് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുകയും മാർത്താണ്ഡവർമ്മ വിജയിക്കുകയും ചെയ്തു. അതോടുകൂടി കേരളത്തിൽ ഡച്ചുകാരുടെ ഭരണത്തിന് ക്ഷയം ആരംഭിച്ചു അല്ലെങ്കിൽ പതനം ആരംഭിച്ചു എന്ന് പറയാം. PSC ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കേരളത്തിൽ ഡച്ചുകാരുടെ ഭരണത്തിന് പതനം ആരംഭിച്ചത് അല്ലെങ്കിൽ ഡച്ചുകാരുടെ പതനം ആരംഭിച്ചത് എന്ന് മുതൽ 1741 ഓഗസ്റ്റ് 10-ലെ കുളച്ചൽ യുദ്ധത്തിലൂടെ. ഓക്കെ. എങ്കിലും തുടർന്ന് ഡച്ചുകാർ കേരളത്തിൽ വ്യാപാരം നടത്തിപ്പോന്നു. കാരണം വ്യാപാരത്തിനാണല്ലോ ഡച്ചുകാർ വരിക. കൊല്ലത്ത് അവർക്ക് തങ്കശ്ശേരിക്കോട് അവർ പോർച്ചുഗീസുകാരും പിടിച്ചെടുത്തിരുന്നു. അവിടെ വ്യാപാരം നടത്തിയിരുന്നു. കൊച്ചിയിൽ വ്യാപാരം നടത്തിയിരുന്നു. നമ്മുടെ സാമൂതിരിയുടെ സഹായത്തോട് കോഴിക്കോട് മേഖലയിലൊക്കെ അവര് വ്യാപാരം നടത്തിയിരുന്നു. ഓക്കെ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഇനി ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തെ നയിച്ചത് ഡിലനോയ് എന്ന് പറയുന്ന സൈന്യാധിപനാണ്. അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ തടവിലാക്കി. കാരണം യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കീഴടങ്ങിയപ്പോൾ തടവ് പുള്ളിയായി പിടിച്ചു. നമുക്കറിയാലോ, തടവുകാരായി പിടിച്ചു. മാർത്താണ്ഡവർമ്മ വിചാരിച്ചപ്പോ യൂറോപ്യൻ സൈനിക മേധാവിയാണ്, നല്ല ആയുധ പരിശീലനം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ വെറുതെ ജയിലടച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം സൈന്യത്തിന്, അതായത് സ്വന്തം സൈന്യമായ കർഷകർക്ക് ആയുധ പരിശീലനമൊന്നും മെച്ചപ്പെട്ട രീതിയിൽ കിട്ടിയിട്ടില്ല. സ്വന്തമായിട്ട് ഒരു മേധാവി പോലും ഇല്ല. അതുകൊണ്ട് കർഷകരായ സൈന്യത്തിന്റെ മേധാവിയും പരിശീലകനുമായിട്ട് ആരെ നിയമിച്ചു? ഡിലനോയെ നിയമിച്ചു. ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഈ ഒരു മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ പരിശീലകനെ മേധാവിയായി നിയമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അപ്പൊ തിരുവിതാംകൂറിൽ സ്വന്തമായിട്ട് ഒരു സൈന്യം ഉണ്ടായിരുന്നല്ലോ,
ആ സൈനിക മേധാവിക്ക് അപ്പോൾ വിഷമം വന്നിട്ടുണ്ടാവില്ലേ? മറ്റൊരാളെ കൊണ്ടൊന്ന് അവരോധിക്കുമ്പോൾ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കി, കാരണം കർഷകരായ സൈന്യത്തിന് ഒരു മേധാവി ഇല്ലായിരുന്നു. കാരണം അവർക്ക് പ്രോപ്പർ പരിശീലനം ലഭിച്ചിട്ടില്ല. അല്ലെ? വേക്കൻസി ഉണ്ടായിരുന്നത് കൊണ്ട് ഡിലനോയെ പിടിച്ച് എന്ത് ചെയ്തു? അവിടെ പരിശീലകനെ മേധാവിയായിട്ട് നിയമിക്കുകയാണ്. ശരിയല്ലേ? നമ്മള് കെജിഎഫ് ഫസ്റ്റില് കെജിഎഫ് സിനിമ ഉണ്ടല്ലേ? കെജിഎഫ് ഫസ്റ്റ് പാർട്ടിലെ വില്ലൻ ആയിരുന്ന വ്യക്തിയെ എന്ത് ചെയ്യുന്നു? ആ ഖനിയില് പരിശീലകനെ മേധാവിയായിട്ട് രണ്ടാം പാർട്ടിൽ നിയമിക്കുന്നതാണ് നമ്മൾ കാണാറുണ്ട്. അതുപോലെ. അപ്പോ കർഷകരായ സൈന്യത്തിന് മേധാവിയോ പരിശീലനമോ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് ആരെ നിയമിക്കുകയാണ്? തടവിലാക്കപ്പെട്ട ഡച്ച് സൈന്യാധിപരായ ഡിലനോയെ നിയമിക്കുകയാണ്. ഇനി 1753 ഓഗസ്റ്റ് മാസം 15-ാം തീയതി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഡച്ചുകാരുടെ കൈവശമുള്ള വ്യാപാര അവകാശങ്ങളൊക്കെ ആർക്ക് വിട്ടുകൊടുക്കും? മാർത്താണ്ഡവർമ്മയ്ക്ക്. എന്നാൽ കൈവശാവകാശം, അതായത് ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ നിർമ്മിതികളോ ഉണ്ടെങ്കിൽ അതിന്റെ കൈവശാവകാശം ആർക്ക് തന്നെ നിലനിൽക്കും? ഡച്ചുകാർക്ക് നിലനിൽക്കും. അതാണ് മാവേലിക്കർ ഉടമ്പടി. അപ്പൊ മാവേലിക്കർ ഉടമ്പടിയിലൂടെ കേരളത്തിൽ ഡച്ച് ഭരണം പൂർണ്ണമായി അവസാനിച്ചു. അപ്പൊ കേരളത്തിൽ ഡച്ചുകാരുടെ ഭരണത്തിന് പതനം ആരംഭിച്ചത് 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധവും, കേരളത്തിൽ ഡച്ചുകാരുടെ ഭരണം അവസാനിച്ചത് 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടിയിലൂടെയും. ആ മാവേലിക്കര മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനമാണ് എന്നും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഡച്ചുകാർക്ക് അവരുടെ നിർമ്മിതിയിൽ കൈവശാവകാശം ഉണ്ടായിരിക്കും. അത് എടുത്തു പറയാൻ കാരണം, നമ്മുടെ ഡച്ചുകാര് കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെ? 1663 കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാരെ ഡച്ചുകാരെ തുരത്തുകയും പോർച്ചുഗീസുകാരുടെ കൈവശമുണ്ടായിരുന്ന കോട്ടകൾ ആര് പിടിച്ചെടുക്കുകയും ചെയ്തു? ഡച്ചുകാര്. പ്രധാനമായിട്ടും പള്ളിപ്പുറം കോട്ടയും കോട്ടപ്പുറം കോട്ടയും ഒക്കെ. ഓക്കെ, ഈ പള്ളിപ്പുറം കോട്ടയും കോട്ടപ്പുറം കോട്ടയും മാവേലിക്കർ ഉടമ്പടിക്ക് ശേഷവും ആരുടെ ഉടമസ്ഥാവകാശത്തിൽ തന്നെയായിരുന്നു? ഡച്ചുകാരുടെ. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുക, നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് കാർത്തിക തിരുനാൾ അഥവാ ധർമ്മരാജാവിനെ കുറിച്ചാണ്. ധർമ്മരാജാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പറയും, ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്ന് വിലക്കി വാങ്ങിയ കോട്ടകളാണ് പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും 1789. ശരിയല്ലേ? അപ്പോ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ മാവേലിക്കർ ഉടമ്പടിയിലൂടെ കേരളത്തിൽ ഡച്ചുകാരുടെ ഭരണം അവസാനിച്ചു, വ്യാപാര ബന്ധങ്ങൾ അവസാനിച്ചു, എന്നാൽ കോട്ടകളുടെ ഉടമസ്ഥാവകാശം നിലനിൽക്കുകയും ചെയ്തു. ഒന്ന് ഓർമ്മിച്ചേക്കാം. തുടർന്ന് തിരുവിതാംകൂർ അത്യാവശ്യം വിസ്തൃതമായ ഭൂപ്രദേശമായപ്പോൾ മാർത്താണ്ഡവർമ്മ കരുതി തന്റെ ആരാധനാമൂർത്തിയായ മഹാവിഷ്ണുവിന് അല്ലെങ്കിൽ ശ്രീ പത്മനാഭന് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ സാധാരണ ഏതെങ്കിലും പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കും, വിവിധ മതവിശ്വാസികൾ. എന്നിട്ട് പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യത്തില്ലേ? ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിലും മെഴുകുതിരി കത്തിക്കുക, ഹിന്ദുക്കളാണെങ്കിൽ തേങ്ങ ഉടയ്ക്കുക, അല്ലെ? അതുപോലുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ വിസ്തൃതമായി. താനാണ് ചെയ്തതെങ്കിലും തനിക്ക് ആ ഒരു അനുഗ്രഹങ്ങളൊക്കെ നൽകിയത് ഈശ്വരനാണ്, മഹാവിഷ്ണുവാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ എന്ന രാജ്യത്തെ പൂർണ്ണമായിട്ട് ആർക്ക് സമർപ്പിക്കുകയാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക്, നമ്മുടെ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? തൃപ്പടിദാനം എന്നറിയപ്പെടുക. അപ്പൊ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3. എന്താ തൃപ്പടിദാനം? തിരുവിതാംകൂർ പൂർണ്ണമായും പത്മനാഭസ്വാമിക്ക് അഥവാ മഹാവിഷ്ണുവിന് സമർപ്പിക്കുന്നു. തുടർന്ന് താനും തന്റെ പിന്തലമുറക്കാരും അനന്തപത്മനാഭന്റെ പത്മനാഭസ്വാമിയുടെ ദാസന്മാരായി രാജ്യത്തെ സേവിച്ചു കൊള്ളാമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അപ്പൊ രാജ്യം ആരുടേതാണ്? പത്മനാഭസ്വാമിയുടേതാണ്. ഈ തൃപ്പടിദാനം നടന്ന എന്നാണോ, അതായത് 1750 ജനുവരി 3 തിരുവിതാംകൂർ സ്ഥാപിക്കപ്പെട്ടതായി കണക്കാക്കുക. അപ്പൊ വേണാടിന്റെ അവസാന ഭരണാധികാരിയും തിരുവിതാംകൂറിന്റെ ആദ്യ ഭരണാധികാരിയും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പൊ തിരുവിതാംകൂർ ആരുടേതായിട്ട് മാറി? മഹാവിഷ്ണുവിന്റെ. അപ്പൊ മഹാവിഷ്ണുവാണ് ഇനി ഭരിക്കേണ്ടത്. സേവിക്കുകയാണ് ആരുടെ ചുമതല? തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അഥവാ മാർത്താണ്ഡവർമ്മയുടെ. ഓക്കെ, ഈ അവസരത്തില് മാർത്താണ്ഡവർമ്മ ചിന്തിച്ചു, ദൈവം അതായത് മഹാവിഷ്ണു നേരിട്ട് ചിലപ്പോൾ എന്റെ അടുത്ത് എല്ലാ കാര്യം പറയണമെന്നില്ല. അപ്പൊ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാര്യങ്ങൾ പറയുന്നത് ആരോടായിരിക്കാം? ഈശ്വര ആരാധന നിർവഹിക്കുന്ന ബ്രാഹ്മണ സമുദായത്തോടായിരിക്കാം. അതുകൊണ്ട് മാർത്താണ്ഡവർമ്മ 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തുകയും പുതിയ 2 സമിതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ഒന്ന്, ബ്രാഹ്മണ സമുദായ അംഗങ്ങൾ മാത്രമടങ്ങിയ ഭരണ ഉപദേശക സമിതിയായ ബ്രഹ്മസ്വവും. 2, ഭരണ നിർവഹണ സമിതി അഥവാ
നായർ സമുദായാംഗങ്ങൾ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഭരണ നിർവഹണ സമിതിയായ ദേവസ്വം. അപ്പൊ തൃപ്പടിദാനത്തെ തുടർന്ന് തിരുവിതാംകൂർ 2 സമിതി ആരംഭിച്ചു. ഒന്ന് ഭരണ ഉപദേശക സമിതി ബ്രഹ്മസ്വം, അതില് ബ്രാഹ്മണ സമുദായങ്ങൾ മാത്രമേ ഉള്ളൂ. 2 ഉദ്യോഗസ്ഥ വിഭാഗം അഥവാ ഭരണകാര്യ സമിതി അഥവാ ഭരണ നിർവഹണ സമിതി, അതറിയപ്പെട്ടത് എന്താണ്? ദേവസ്വം. തുടർന്ന് പത്മനാഭസ്വാമി അല്ലെങ്കിൽ നമ്മുടെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ആചാരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചു. ഒന്ന് മുറജപം, 2 ഭദ്രദീപം. 6 വർഷത്തിലൊരിക്കലാണ് മുറജപം സംഘടിപ്പിക്കുക, 6 മാസത്തിലൊരിക്കൽ ഭദ്രദീപവും. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് 6 വർഷത്തിലൊരിക്കലായിരിക്കും. ആ 6 വർഷത്തിലൊരിക്കൽ മുറജപവും ഭദ്രദീപവും ഒരുമിച്ച് വരുമ്പോൾ അതിനെ ലക്ഷദീപം എന്നാണ് വിശേഷിപ്പിക്കുക. അവസാനമായി ലക്ഷദീപം നടന്നത് 2020-ലാണ്. ഇനി അടുത്ത് നടക്കുന്നത് തൊട്ടടുത്ത വർഷം 2026-ലുമാണ് കേട്ടോ. അപ്പൊ 6 വർഷത്തിലൊരിക്കൽ മുറജപവും 6 മാസത്തിലൊരിക്കൽ ഭദ്രദീപം എന്നീ 2 ആചാരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താളിയോല ഗ്രന്ഥം അറിയപ്പെടുന്ന പേരാണ് മതിലകം-രേഖകൾ. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താളിയോല ഗ്രന്ഥം എന്ത് പേരിൽ അറിയപ്പെടുന്നു? മതിലകം-രേഖകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തില് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു ഭരണകാര്യ സമിതിയെ ചുമതലപ്പെടുത്തി. അതില് രാജാവ് ഒരു അംഗമാണ്. പിന്നെ അതെ 7 ബ്രാഹ്മണർ. സമ്പത്തൊക്കെ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നായർ ജന്മി. രാജാവുണ്ട്, 7 ബ്രാഹ്മണ സമുദായങ്ങൾ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി, ഒരു നായർ ജന്മി സമ്പത്ത് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. രാജാവിനും ബ്രാഹ്മണ സമുദായ അംഗങ്ങൾക്കും പൂർണ്ണ അംഗത്വ സ്ഥാനവും നായർ ജന്മിക്ക് പകുതി അംഗത്വവുമേ ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണകാര്യ സമിതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആകെ 9 പേരുണ്ടെങ്കിലും നായർ ജന്മിക്ക് അരസ്ഥാനമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് എന്ത് പേരിൽ അറിയപ്പെട്ടു? 8 യോഗം എന്നറിയപ്പെട്ടു. ഓക്കെ, മറക്കില്ലല്ലോ. അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താളിയോല ഗ്രന്ഥം മതിലകം-രേഖകൾ എന്നറിയപ്പെടുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണകാര്യ സമിതി 8 യോഗം എന്നറിയപ്പെടുന്നു. അതിൽ രാജാവുണ്ട്, 7 ബ്രാഹ്മണ സമുദായങ്ങളുണ്ട്, പിന്നെ ഒരു നായർ ജന്മി. നായർ ജന്മിക്ക് അരസ്ഥാനമാണ് ആദ്യം ഒതുക്കിയത്. ഇതുകൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണിയെടുപ്പിച്ചതും ആര് തന്നെ? മാർത്താണ്ഡവർമ്മ തന്നെ. അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണിയെടുപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. അപ്പോ മാർത്താണ്ഡവർമ്മയുടെ കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതുകൂടാതെ മാർത്താണ്ഡവർമ്മ ഭരണതലത്തിൽ കുറെ പുതിയ കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അദ്ദേഹം ഒരു ബജറ്റ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. തിരുവിതാംകൂർ സ്ഥാപിച്ചതിന് ശേഷം 1750 ജനുവരി 3-ന് ശേഷം ബജറ്റ് സമ്പ്രദായം ആരംഭിച്ചു. ഈ ബജറ്റ് സമ്പ്രദായം പതിവ് കണക്ക് എന്നറിയപ്പെട്ടു. ഭരണപരമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തപാൽ സംവിധാനം ആരംഭിച്ചു. ഈ തപാൽ സംവിധാനം എന്ത് പേരിൽ അറിയപ്പെട്ടു? അഞ്ചൽ എന്നറിയപ്പെട്ടു. തപാൽ വിതരണം ചെയ്യുന്ന വ്യക്തി നിലവിൽ പോസ്റ്റ്മാൻ ആണ് അല്ലെ. തപാൽ വിതരണം ചെയ്യുന്ന വ്യക്തിയെ അഞ്ചലോട്ടക്കാരൻ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അദ്ദേഹം നടന്നൊക്കെയാണ് വിതരണം ചെയ്തിരുന്നത്. അതുകൊണ്ട് അപ്പോൾ തിരുവിതാംകൂറിൽ തപാൽ സംവിധാനം ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അത് എന്ത് പേരിൽ അറിയപ്പെട്ടു? അഞ്ചൽ. തിരുവിതാംകൂറിൽ ഒരു ബജറ്റ് സമ്പ്രദായം ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ആ ബജറ്റ് സമ്പ്രദായം എന്ത് പേരിൽ അറിയപ്പെടുന്നു? യെസ്, പതിവ് കണക്ക് എന്ന് പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി മാർത്താണ്ഡവർമ്മ ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂർ എന്ന രാജ്യത്തെ വിവിധ താലൂക്കുകളായി വേർതിരിച്ചു. താലൂക്കുകൾ, ഇന്നത്തെ താലൂക്കുകളില്ലേ, താലൂക്കുകൾ പോലെ വേർതിരിച്ചു. ഈ താലൂക്കുകൾക്ക് അന്ന് അദ്ദേഹം നൽകിയ പേര് എന്തായിരുന്നു? മണ്ഡപത്തും വാതുക്കൽ എന്നായിരുന്നു. അപ്പൊ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ 20 മണ്ഡപത്തും വാതുക്കലായി നിയമിച്ചു, അഥവാ 20 താലൂക്കുകളായി നിയമിച്ചു. 20 താലൂക്കുകൾ അഥവാ മണ്ഡപത്തും വാതുക്കലായി നിയമിച്ചു. ഇദ്ദേഹത്തെ അധികാരത്തിലേറാൻ സഹായിച്ചത് കർഷകരല്ലേ. കർഷകർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താ? ജലസേചന സൗകര്യമാണ് അല്ലെ. കർഷകർക്ക് ജലസേചനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം 2 അണക്കെട്ടുകൾ പണിയെടുപ്പിച്ചു. ഒന്ന് പുത്തൻ ഡാമും, 2 പൊന്മന ഡാമും. പുത്തൻ ഡാമും പൊന്മന ഡാമും ഓർമ്മിച്ചേക്കാമോ? ഇത്രയേ ഉള്ളൂ മാർത്താണ്ഡവർമ്മയെ കുറിച്ചുള്ള കഥകൾ. അപ്പൊ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് PSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, കൃത്യമായി ലളിതമായി മനസ്സിലാക്കി വെക്കുക. കാണപ്പടം പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മറന്നു. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലാണ് ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നത്. നിലവിൽ ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിൽ ഒത്തിരി കോഴ്സുകളുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവയുടെ എല്ലാ കോഴ്സുകളുടെ ലിങ്കും അവൈലബിൾ ആണ്.
നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഡിസ്കൗണ്ട് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യം ആ കോഴ്സിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂപ്പൺ കോഡായിട്ട് രാജേഷ് എന്ന കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അന്നേ ദിവസത്തെ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കാരണം ഓരോ ദിവസം വ്യത്യസ്ത ഡിസ്കൗണ്ട് ആണ് ലഭിക്കുക. അതുകൊണ്ടാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കോഴ്സുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കോഴ്സ് റിവിഷൻ കോഴ്സ് അവൈലബിൾ ആണ്. ഒരുമിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ 10th ലെവൽ കംപ്ലീറ്റഡ് കോഴ്സും റിവിഷൻ കോഴ്സും ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റ ഇതായിട്ട് പർച്ചേസ് ചെയ്യാം. LDC ദേവസ്വം ബോർഡ് LDCക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിഫോം ഫോഴ്സ് ആയ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി മലയാളം കോഴ്സ് മാത്രമാണ് വേണ്ടതെങ്കിൽ അത് ഉപയോഗിക്കാം. കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സ് മാത്രമാണ് വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി കറണ്ട് അഫയേഴ്സോ മലയാളമോ ലാംഗ്വേജ് ഒന്നും വേണ്ട, GK മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പരമാവധി ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. വസ്തുതാപരമായിട്ട് 100% സിലബസ് കൃത്യമായി പഠിക്കുക, കൃത്യമായി റിവിഷൻ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരും. എല്ലാവർക്കും എത്രയും വേഗം നിങ്ങളുടെ സ്വപ്ന ജോലി കിട്ടട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പൊ ഈ ക്ലാസ് നമ്മളിന്ന് പഠിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ദിവസം നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ പിന്തുടർച്ച അവകാശിയായ കാർത്തിക തിരുനാളിനെ കുറിച്ച് പഠിക്കും. മരുമക്കത്തായ സമ്പ്രദായമാണ് തിരുവിതാംകൂറിൽ നിലവിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു തിരുവിതാംകൂറിൽ 2 വഴികളുണ്ട്, തായ് വഴിയും പിതൃവഴിയും. ഒരിക്കൽ തായ് വഴിയിലാണ് അധികാരം പോകുന്നതെങ്കിൽ അടുത്ത എവിടേക്കായിരിക്കും പോവുക? പിതൃവഴിയിലായിരിക്കും. മാർത്താണ്ഡവർമ്മ തായ് വഴിയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ പത്മനാഭപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹം ഭരിച്ചിരുന്നു. ഇനി അടുത്ത ഭരണാധികാരി പിതൃവഴിയുമായി ബന്ധപ്പെട്ടതാണ്. പിതൃവഴി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഭരണം നടത്തുന്നവരാ. അപ്പൊ കാർത്തിക തിരുനാൾ സ്വാഭാവികമായിട്ട് എങ്ങോട്ട് ഭരണം മാറ്റാൻ സാധ്യതയുണ്ട്? തിരുവനന്തപുരത്തേക്ക്. അതുൾപ്പെടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ക്ലാസ് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ബൈ.